ഹലോ നമസ്കാരം രഞ്ജിത്ത്. വീണ്ടും നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ്റെ അവലോകനമാണ്. കൊല്ലം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കൊല്ലത്ത് കുറച്ച് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം മിക്കവാറും കൊല്ലത്ത് നമുക്ക് പണ്ടേ അറിയാം LDFന്റെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ റൂട്ടുണ്ട്. അവർ വളരെ കേഡർ പാർട്ടി എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് കൊല്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും UDF സീറ്റ് RSPക്കൊക്കെ വിട്ടുകൊടുക്കാറുള്ളത്. കാരണം ഇനി കോൺഗ്രസ് മത്സരിച്ച് പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു റെവല്യൂഷണറി പാർട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് RSPക്ക് കൊടുക്കുന്നത്. അപ്പോൾ NK പ്രേമചന്ദ്രൻ RSPക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ലോക്സഭയിലും ഒരുപാട് തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിശക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വായിക്കേണ്ട പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാണേണ്ട പ്രസംഗങ്ങളാണ്. തീർച്ചയായിട്ടും കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള പല പോയിന്റുകളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രേമേന്ദ്രനാണ് ഓൾറെഡി സിറ്റിംഗ് ആയിട്ടുള്ള MP. അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരെ മത്സരിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്കൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. LDF ഫീൽഡ് ചെയ്തിരിക്കുന്നത് മുകേഷിനെയാണ്. മുകേഷ് നമുക്കറിയാം ആസ് എൻ MLA അദ്ദേഹം പലതരത്തിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള MLA ആണ്. മുകേഷ് വളരെ രസികനായിട്ടുള്ള നല്ല അടിപൊളി നടനാണ്. മുകേഷിൻ്റെ എല്ലാ സിനിമകളും വളരെ രസമാണ്. മുകേഷിൻ്റെ സിനിമകൾ വളരെ രസമാണെങ്കിലും അദ്ദേഹം ആ സിനിമയിൽ നിന്ന് ഇപ്പോഴും താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു പരിധിവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് MP ആയിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്. കാരണം സിനിമയും രാഷ്ട്രീയവും രണ്ടാണ്. സിനിമ വലിയ തരത്തിലുള്ള കൺവീനിയൻസ് നമുക്ക് തരുന്നുണ്ട്, കംഫർട്ട് തരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് പവർ തരില്ലായിരിക്കാം. നമുക്ക് ആ ഫെയിമിലൂടെ കിട്ടുന്ന പവറാണ് സിനിമയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതേസമയം രാഷ്ട്രീയം നമുക്ക് ശക്തമായ പവർ തരുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കംഫർട്ടും കൺവീനിയൻസും രാഷ്ട്രീയത്തിൽ കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ പൊതുജനങ്ങളുടെ സ്വത്താണ്, ഒരു പൊതു സ്വത്താണ്. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അവൈലബിൾ ആക്കിയിരിക്കേണ്ട ഒരാൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഈ ഒരു വ്യത്യാസം വലിയ വ്യത്യാസമാണത്. ആ വ്യത്യാസത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നസെൻ്റ് ആദ്യത്തെ അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹത്തെ വളരെ രസികനായിട്ടുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കും. പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ. എന്ന് പറയുന്ന പോലെ മുകേഷിന് ആദ്യത്തെ ടൈമിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അതിഭാരിച്ച ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ലോക്സഭാ സീറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മുകേഷിനത് ഏൽപ്പിക്കുമ്പോൾ തന്നെ LDF ഒരുപക്ഷെ ചിലപ്പോൾ വലിയ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടായിരിക്കുമ്പോൾ മുകേഷിന് അത് കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ രംഗത്തിറക്കുമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. എന്തായാലും കൊല്ലത്ത് മത്സരം കടുത്തതായിരിക്കും. കാരണം LDFൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിശക്തമായ മണ്ഡലം കൊല്ലം. വേണമെങ്കിൽ കണ്ണടച്ച് LDF എപ്പോഴും ജയിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അവരുടെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്കും ജയിപ്പിച്ചെടുക്കാവുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വളരെ ശക്തനായ സ്ഥാനാർത്ഥിക്കെതിരെ മുകേഷ് എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി വീക്കായിട്ടുള്ള ഒരു LDF സ്ഥാനാർത്ഥിക്ക്, പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷൻ LDFന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കാര്യമായിട്ടൊന്നും ലോക്സഭയിൽ ചെന്ന് ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉള്ളിടത്തോളം കാലം മുകേഷിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ച് കയറുക എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു ടൈറ്റായിട്ടുള്ള ഫൈറ്റ് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. കാരണം ഓൾറെഡി സിറ്റിംഗ് ആയിട്ടുള്ള MP-മാരോട് ഉണ്ടാവുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീലിംഗ് NK പ്രേമചന്ദ്രനോട് ഒരു വലിയ പോക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അവിടെ ശക്തമായിട്ടുള്ള പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. BJPക്ക് കാര്യമായിട്ടൊന്നും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്യാനില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എങ്കിൽ പോലും BJP വോട്ടുകളും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കൊല്ലം ലോക്സഭാ സീറ്റ് ഇത്തവണയും പ്രേമചന്ദ്രൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൊല്ലത്ത് എൻ്റെ പ്രൊഡിക്ഷൻ NK പ്രേമചന്ദ്രൻ തന്നെയാണ്.